സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമായതുകൊണ്ട് ആരോടും സഹായം ചോദിച്ചൂടാന്ന് വിചാരിക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹായം അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ആണ് എന്നുള്ളതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിച്ചൂടാന്ന് വിചാരിക്കരുതെന്ന് മൂപ്പരോട് പറയാണ്. അത് എന്തുകൊണ്ട് പറയണു, എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്നൊന്നുമില്ല. എന്തായാലും മൂപ്പര് ബാക്കി പറയണത് നമുക്ക് കേൾക്കാം. അത് തെറ്റാണ്. സഹായത്തിന് അള്ളാഹു നിമിത്തമായി നിശ്ചയിച്ചവരോടൊക്കെ സഹായം ചോദിക്കാം. സഹായം ചോദിക്കല് അള്ളാഹുവോട് മാത്രം എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു നിമിത്തമാക്കപ്പെട്ടവരോടൊക്കെ ചോദിക്കാം എന്നാണ് പറയണത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് നിമിത്തമാക്കപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ ആ കാലത്ത്. അങ്ങനെ ആ ലിസ്റ്റിലുള്ള ഒരു 10 ആൾക്കാരുടെ പേര് മൂപ്പര് പറയുകയാണെങ്കിൽ ഓക്കെ. ഇത് മൂപ്പരാണ് പറയാണ് ആരൊക്കെ നിമിത്താക്കിക്കണം അള്ളാഹു എന്നുള്ളത് മൂപ്പരെ ഏൽപ്പിച്ച പോലെയാണ് അത് പറയാന്. കാലത്ത് മഴയില്ലാതെയായി. അപ്പൊ ഇനി സഹായത്തേട്ടം അള്ളാഹുവിനോട് അല്ലാത്തവരോടും നടത്താം എന്നുള്ളൊരു ബില്ല് പേരോട് ഉസ്താദിന് പാസ്സാക്കാണ്. അത് പാസ്സാക്കുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണമെന്നുള്ള നിലക്ക് മൂപ്പര് പറയുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കട്ടി കൂട്ടി പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ആ ശരിയാണ് എന്നുള്ളത്. എന്തായാലും ആ പറയണ കൂടി കേൾക്കാം. അപ്പോൾ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് വന്നു. മൂപ്പര് ഈ പാസ്സാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള വൈരുദ്ധ്യം മൂപ്പര് ചിന്തിക്കുന്നില്ല. മൂപ്പര് പറയുന്നതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് നടക്കുന്നത്. അപ്പോൾ ഒരാൾ വന്നു, ആര് വന്നു, എപ്പോൾ വന്നു ഒന്നുമില്ല. ഒരാൾ എന്ത് ചെയ്യാണ്, അള്ളാഹു റസൂലിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് എന്നാണ് പറയുന്നത്. 1. 2, മഴ എന്ന് പറയുന്ന സാധനം ഒരാൾക്കായിട്ട് കിട്ടൂല. അതൊരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ സഹായം ചോദിക്കാനാണല്ലോ പോണത്. അപ്പോൾ സഹായം ചോദിക്കാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരാൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും നല്ലത് എന്തായിരിക്കും? അള്ളാഹു റസൂലിനോട് ഏറ്റവും അടുത്തത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. മൂപ്പരെ കൊണ്ട് ചോദിപ്പിച്ചാൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് കിട്ടും എന്ന് ചിന്തിക്കണ്ടേ? അപ്പോൾ അതല്ല അവിടെ നടന്നത്, മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ മൂപ്പരോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നബിനോട് കൂടി പറഞ്ഞിട്ട് ചെയ്യാനുള്ള ബെറ്റർ. അപ്പോൾ അതൊന്നും ചെയ്യാതെ മൂപ്പരാണ് പോയി എന്നർത്ഥം. അപ്പോൾ അവിടെ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, ചോദിക്കാവുന്നതാണെങ്കിൽ തന്നെ നടക്കേണ്ട കാര്യം അങ്ങനെ ആയിരുന്നു. 1. 2, അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് മഴ ഇല്ലാതായിട്ട് റസൂല് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ മുൻകഴിഞ്ഞു പോയ നബിമാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഖബറിന് പോയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ റസൂല് കാണിച്ചു തരും. ആ കാണിച്ചെന്ന കാര്യങ്ങളാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അല്ലാതെ നമ്മളായിട്ട് ചിന്തിച്ച് പേരോട് ഉസ്താദിനെ പോലെ പാസ്സാക്കാൻ ഇസ്ലാമില് അങ്ങനെ ഒരു പരിപാടിയില്ല. നബി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മതിക യാ റസൂലല്ലാഹ്. അപ്പൊ ഇങ്ങനൊക്കെ കളവ് പറയാൻ പഠിച്ച ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കളവായിട്ടൊരു പേരെങ്കിലും പറയാൻ പഠിച്ചുകൂടേനോന്ന് ഞാൻ ആലോചിച്ചത്. എന്നാ പിന്നെ വിഷയമല്ലേനോ. ഇതിപ്പോ എന്താ വെച്ചാല് സ്വഹാബികള് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തിലുണ്ടാവും. അത് പറയുമ്പോ പേരും ഊരൊക്കെ ഉണ്ടാവും. ഇതാണ് പറയാണ്, ആരാ എന്താണെന്ന് അറിയില്ല, ആണ് പറയാ. അപ്പൊ മുന്നിലിരിക്കണ പോലെ യാ റസൂലല്ലാ എന്നൊക്കെ പറയുമ്പോ എന്ത് ചെയ്യും, ശരി തന്നെയാണ്. 2 റളിയല്ലാഹു അൻഹും 2 പിന്നെ അള്ളാഹു താലിയൊക്കെ എന്ന് പറഞ്ഞാല് അതാണ് വിശ്വസിക്കാണ് ആൾക്കാർ. അല്ലാതെ അങ്ങനെ ഒരു സ്വഹാബി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ സ്വഹാബിന്റെ പേരടക്കം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അത് പറയണം. അല്ലാതെ ഇത് കുട്ടൂസന്റെയും ഡാഗിനിന്റെയും കഥ പറയണ പോലെ പറഞ്ഞാല് ഇസ്ലാമിൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. നബി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മതിക യാ റസൂലല്ലാഹ്. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ പെട്ടെന്ന് ആളുകൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞാലും സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ എന്താണ്, അവർ പറഞ്ഞു എന്ന് പറയാതെ കളവ് പറയുമ്പോൾ അതിന് മൂപ്പര് വളവ് കാട്ടുന്നുണ്ട്. എന്ത്, ഒരാൾ പറഞ്ഞു, ആരോ പറഞ്ഞു. ഇനി ഏതെങ്കിലും അറിയപ്പെടാത്ത സ്വഹാബികളാണെങ്കിൽ പോലും അത് ചിലപ്പോൾ അത്ര പെട്ടെന്ന് ആളുകൾ ക്യാച്ച് ചെയ്യൂല എന്നുള്ളതുകൊണ്ടാണ് മൂപ്പര് എന്ത് ചെയ്ത്, മൂപ്പര് വളവെടുത്തത്. കളവ് പറയുന്നതിൽ വലിയ വളവനാണ് മൂപ്പര്. അല്ലെങ്കിൽ അള്ളാഹു റസൂലിനോട് റസൂലെ ഞങ്ങളെ സഹായിക്കണേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരാൻ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചരിത്രത്തിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. കാരണം ഇത് ഇസ്ലാമിന്റെ കാര്യമാണ്. ഇത് അള്ളാഹു റസൂല് ഇസ്ലാമിനെ എത്തിച്ചു തന്നിട്ട് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചു തന്നിട്ടുണ്ടെന്നാണ്. അഥവാ നരകത്തിലേക്ക് പോവാതിരിക്കാനും സ്വർഗത്തിലേക്ക് നിങ്ങൾ പോവാനുമുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു എന്നാണ് അള്ളാഹു റസൂല് പറഞ്ഞത്. അതില് ഈ പറഞ്ഞ കാര്യം എവിടെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരം.
ആന്റെ റസൂലേ, മഴയില്ലാതെ വലിയ ബുദ്ധിമുട്ടിലാണ്, തങ്ങൾ മഴ വാങ്ങിത്തരണേ. ഏതായാലും കളവാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. കാരണം മഴ വാങ്ങി തരണേന്ന് ആ നീട്ടൽ കേൾക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ എന്താ അറിയോ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ തെളിവും കാര്യങ്ങളൊക്കെ വേണം. മഴ വാങ്ങി തരണേന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഉദ്ദേശം എന്താവണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്ന് വന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മഴ വാങ്ങി കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, അള്ളഹാനോട് പറഞ്ഞിട്ട് മഴ ഇവിടെ എത്തിച്ചു കൊടുക്കണം. ഇത് രണ്ടും ഇസ്ലാമിൽ പറഞ്ഞ കാര്യമല്ല. രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ സംഭവം നടക്കൂല, നടന്നിട്ടുമില്ല, ഇങ്ങോട്ട് നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇപ്പൊ ഈ ഉദ്ദേശം എന്താന്നുള്ളത്, മനുഷ്യനെ പേപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇതിലൊക്കെ ഉള്ളൂ. ഈ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ സമുദായത്തെ ജാഹിലിയത്തിലേക്ക് എത്ര തന്ത്രപരമായിട്ടാണ് കൊണ്ടുപോകണമെന്ന് അറിയാം. പിശാജിന്റെ കൈകടത്തൽ ചെറുതൊന്നുമല്ല. മൂപ്പര് സഹായം ചോദിക്കുക എന്നാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. പക്ഷെ ഇതെന്താണ്, ശരിക്കും പ്രാർത്ഥനയായിട്ട് മാറി അല്ലേ? ശരിക്കും അതൊരു പ്രാർത്ഥനയിലേക്ക് പോയി. എന്തായാലും ഈ പറഞ്ഞ രണ്ടും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഖബർ കിടക്കുന്ന ഒരു വ്യക്തിനോട്, അത് റസൂലായാലും ബാക്കിയുള്ളവരായാലും, സഹായം ചോദിക്കൽ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. രണ്ട്, ഓരോട് പ്രാർത്ഥനയും അംഗീകരിച്ചിട്ടില്ല. മഴ പെയ്യിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ആ മഴ അല്ല കൊടുക്കാൻ വേണ്ടി ഹബീബ് നബി തങ്ങൾ ഒരു റെക്കമെൻഡ് ചെയ്യണം. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും സ്ഥാപിക്കുകയാണ്, ഇന്നതൊന്നുമില്ല. ഇവിടെ അങ്ങനെ സഹായത്തേട്ടം അങ്ങനെ സംഭവം നടക്കുമെന്നുണ്ടെങ്കിൽ, അള്ളാന്റെ റസൂല് വഫാത്താകുന്ന സമയത്ത് റസൂല് വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓല തല ഞാൻ എടുക്കുന്നു പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു എടുത്തു ചാടാണ് ആ ഒരു സങ്കടത്തില്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്ന കാര്യം ഇസ്ലാമിൽ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം, അള്ളാഹ് റസൂല് അവിടെ കിടന്നിട്ട് പറയണം, ഞാൻ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മരിച്ചിട്ടില്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ഉമർ റളിയല്ലാഹു അൻഹു അത്രയും വലിയൊരു വ്യക്തിത്വമാണ്. ഇസ്ലാമിന്റെ കാര്യങ്ങൾ പലതും എന്ത് ചെയ്തിട്ടുണ്ട്, ഉമ്മറിലൂടെ നടന്നിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അപ്പൊ ആ ഒരു വ്യക്തി അങ്ങനെ പറയുമ്പോൾ റസൂൽ അത് തിരുത്തി കൊടുക്കണം. കാരണം ഖബർ കടന്നിട്ട് ഏതെങ്കിലും ഒരു സ്വഹാബി പോയിട്ട് മഴ എത്തിച്ചു തരണേ അല്ലെങ്കിൽ ചോദിച്ചു തരണേ വാങ്ങിച്ചു തരണേ എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ അങ്ങനെയെങ്കിലും ഒരു സംഭവം നടക്കണം. അങ്ങനെ പല കാര്യങ്ങളും ഇസ്ലാമിൽ നടന്നിട്ടുണ്ട്. എന്ത് അവസാന സമയത്ത്, അവസാന സമയം എന്നുദ്ദേശിച്ചത് സ്വഹാബാക്കളുടെ അവസാന കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, യുദ്ധം വരെ നടന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, റസൂലിന്റെ അടുത്ത് പോയി ചോദിച്ചാൽ പോരെ. അപ്പോൾ വെറുതെ കളവ് പറയാ. ഈ ഒരു സമുദായത്തെ എങ്ങനെങ്കിലും ജാഹിലിയത്തിലേക്ക്, ഷിർക്കിലേക്ക്, നരകത്തിലേക്ക് നയിച്ചേ മതിയാവും. അത് പിശാചിന്റെ അജണ്ടയാണ്, ഒരു രക്ഷയില്ല. അതിന് വെള്ളത്തോട്ടും തലികെട്ടും കെട്ടിയിട്ട് കുറച്ച് ആളുകളാണ് ഇറങ്ങുക. എന്തായാലും നീട്ടി വലിച്ചുള്ള പറച്ചിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. നിങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്കാം നമുക്ക്. ഹബീബ് നബി തങ്ങൾ ഒന്ന് ഇടപെടണം, അതിനുവേണ്ടി ഖബറിങ്കൽ വന്ന് പറയുകയാണ്. ഈ ഒരു മുസ്ലിം ഉമ്മത്ത് അല്ലെങ്കിൽ സമൂഹം വളരെയധികം സങ്കടപ്പെടേണ്ട ഒരു കാര്യം ഇതിലുണ്ട്, വളരെ ദുഃഖിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനെ ഒരു സഹായത്തേട്ടത്തെ കുറിച്ച് അവർക്കറിയില്ല. അതുപോലെ തന്നെ സ്വഹാബത്തിന് അത്രയും അറിയില്ല. ഇങ്ങനെ ഖബറിൽ പോയിട്ട് സഹായം ചോദിക്കുക, അപ്പൊ അള്ളാഹു എന്ത് ചെയ്യുക, കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി തരിക. ആ ഒരു കാര്യം അവർക്ക് അറിയില്ല എന്ന് മാത്രമല്ല, അള്ളാന്റെ അടുത്ത് തെറ്റുപറ്റിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കോലാണ് ഈ പറയുമ്പോൾ. ഇതൊക്കെ ഇസ്ലാമിലുള്ള കാര്യമാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് തെറ്റുപറ്റി നമ്മൾ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഈ പേരോട് പറയേണ്ടി വരും. കാരണം എന്താണ്, അന്ന് ഈ പേരോടിനെ അന്ന് സൃഷ്ടിച്ചിട്ട് ഈ കാര്യങ്ങൾ അന്ന് പഠിപ്പിക്കാൻ ഏൽപ്പിക്കേണ്ടിയിരുന്നു. അതും നടന്നില്ല. കാരണം വളരെയധികം സങ്കടം ഉണ്ടാ കാര്യത്തിൽ. കാരണം ആ പാവപ്പെട്ട മനുഷ്യന്മാര് സ്വഹാബത്തൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പല കാര്യങ്ങളിലും തീരുമാനമാവാതെ പോയിട്ടുണ്ട്, പല കാര്യങ്ങളും തീരുമാനമാവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നടന്ന കാലത്ത് ഈ ഒരു സംഭവം, അങ്ങനെ സഹായത്തേട്ടം, അങ്ങനെ സഹായം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പേരോടിനെ അന്ന് സൃഷ്ടിക്കേണ്ട തന്നെയല്ലേ. വല്ലാത്തൊരു അബദ്ധമായി പോയി അത്. ഏതായാലും ഇസ്ലാമിനെതിരെ ഈ നടത്തുന്ന അജണ്ട അത് തിരിച്ചറിയലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്, പഠിക്കൽ ബാധ്യതയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കും. ഇത്തരത്തിലുള്ള ആളുകൾ ഇസ്ലാമിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് എന്തെങ്കിലും ഹദീസാണ് എന്നുള്ള നിലക്ക് രണ്ട് അറബി വാക്കും, എന്നിട്ട് അള്ളാഹിനെ ഒന്നൊരു പുകഴ്ത്തലും റസൂലിനെ ഒരു പുകഴ്ത്തലും, അതൊക്കെ കൂടി നീട്ടി വലിച്ചൊരു പരിപാടിയാകുമ്പോൾ ആളുകൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല. ആ കാലത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ടോ, റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു കാര്യമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണ്ടേ? ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്വഹാബാക്കൾ പഠിപ്പിക്കണ്ടേ? ഇതൊന്നും നടക്കാത്ത കാര്യം ഈ പറയുന്ന പാതിരിമാരെന്ത് ചെയ്യാണ്, അടിച്ചേൽപ്പിക്കുകയാണ് സമൂഹത്തെ. എന്നിട്ട് വഴി ഇങ്ങനെ തെറ്റിച്ച് നരകത്തിലേക്ക് വളച്ചാണ് കൊണ്ടുപോവാണ്. അപ്പൊ അത് ചിന്തിക്കുക,
നല്ലത് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പഠിക്കുക, മരണത്തെക്കുറിച്ച് ഓർക്കുക, ഇസ്ലാമിന്റെ കാര്യങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക, തിരിച്ചറിവുണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യത കൂടിയാണ്. നല്ല അറിവുകൾ നേടാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.